10 വർഷക്കാലം മുമ്പ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ചിത്രങ്ങളും വാർത്തകളും കാണുമ്പോൾ ആരധികാരത്തിൽ വന്നിട്ട് എന്ത് കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് വിലപിക്കുകയും കരയുകയും ചെയ്ത, അപേക്ഷ കൊടുത്തു വർഷങ്ങളായി കാത്തിരുന്ന 4,56,689 കുടുംബങ്ങൾ കേരളത്തിൽ ഭൂമിയുടെ അവകാശികളായി മാറി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 ലക്ഷം വർഷക്കാലം തികയ്ക്കുമ്പോൾ ഇന്നത്തോടുകൂടി കേരളത്തിൽ വിതരണം ചെയ്ത, കേരളത്തിൽ ഭൂമിയുടെ അവകാശികളായ കുടുംബങ്ങളുടെ എണ്ണം 4,56,689 എന്ന ഉയർന്ന നമ്പറിലേക്ക് ഉയർന്നിരിക്കുകയാണ് എന്ന് ഏറ്റവും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. 4,56,689 എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വികാരം നിങ്ങൾക്കിടയിൽ ഇല്ലാതെ പോകുന്നത് 4,56,850 എന്നൊരു നമ്പർ മാത്രമാണ് എന്ന് കരുതിയത് കൊണ്ടാകാം. എന്നാലല്ല, 10 വർഷക്കാലം മുമ്പ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ചിത്രങ്ങളും വാർത്തകളും കാണുമ്പോൾ ആരധികാരത്തിൽ വന്നിട്ട് എന്ത് കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് വിലപിക്കുകയും കരയുകയും ചെയ്ത, അപേക്ഷ കൊടുത്തു വർഷങ്ങളായി കാത്തിരുന്ന, 1ഉം 2ഉം 10ഉം 10,000ഉമല്ല 4,56,689 കുടുംബങ്ങൾ കേരളത്തിൽ ഭൂമിയുടെ അവകാശികളായി മാറി എന്ന അത്ഭുതകരമായ മാജിക്കിനാണ് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകിയത്. സാധാരണ പട്ടയം കൊടുക്കുന്ന എണ്ണം എല്ലാ കാലത്തും ഉണ്ടാകും. എന്നാൽ ജീവൻ ബാബു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടയ മിഷൻ രൂപം കൊടുത്തു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ അവരവരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരായ ആളുകളെ ഉൾപ്പെടെ പങ്കാളികളാക്കിക്കൊണ്ട് തങ്ങളുടെ മണ്ഡലത്തിൽ ഇനി പട്ടയം കൊടുക്കാൻ ആരൊക്കെ ബാക്കിയുണ്ടെന്ന്, ഏതൊക്കെ കുടുംബങ്ങൾ ബാക്കിയുണ്ടെന്ന് പരിശോധിച്ച് ആ വിഷയങ്ങൾ ബന്ധപ്പെട്ട മെമ്പർമാർ പട്ടയ അസംബ്ലിയിൽ ഉന്നയിച്ച് ആ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ പറ്റാത്തത് പട്ടയ ഡാഷ്ബോർഡിലേക്ക് മാറ്റി ആ പട്ടയ ഡാഷ്ബോർഡ് 3 മാസക്കാലത്തിലൊരിക്കൽ ഏറ്റവും ക്രിയാത്മകമായി വിലയിരുത്തി ആ പട്ടയ ഡാഷ്ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് 10,000കണക്കിന് ആളുകളെ ഭൂമിയുടെ ഉടമകളാക്കാൻ നമുക്ക് സാധ്യമായി. കേരളത്തിൽ റവന്യൂവുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സങ്കീർണതകൾ ഞങ്ങൾ ഒഴിവാക്കി. അതുമാത്രമല്ല, മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡീവെസ്റ്റ് ചെയ്ത് ആ ഭൂമി പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള നേതൃത്വം ഞങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിൽ ഏറ്റവും ഗൗരവമായി നിലനിന്നിരുന്ന ഒരു പ്രശ്നമാണ് വനഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി പറയാൻ പറ്റും, തൃശ്ശൂർ താലൂക്ക് എടുത്താൽ 2011നും 2016നും ഇടയിൽ കേവലം 18 പട്ടയമാണ് തൃശ്ശൂർ താലൂക്കിൽ മലയോര മേഖലയിൽ വിതരണം ചെയ്യാനായതെങ്കിൽ മലയോര മേഖലയിലെ ആ പ്രശ്നങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും പരിഹരിച്ച് ഈ ചെറിയ കാലയളവിൽ തൃശ്ശൂർ താലൂക്കിൽ മാത്രം 2,634 മലയോര പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളത് മലയോര രംഗത്തുള്ള മനുഷ്യരോട് ഗവൺമെന്റ് കാണിക്കുന്ന നീതിയുടെ ഭാഗമായിട്ടാണ്. തീർന്നില്ല. ചാലക്കുടി താലൂക്കിലാണെങ്കിലും തൃശ്ശൂർ താലൂക്കിലാണെങ്കിലും തലപ്പള്ളി താലൂക്കിലാണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംയുക്ത പരിശോധന കഴിഞ്ഞ് കേന്ദ്രത്തിലേക്ക് അയച്ച അപേക്ഷകൾ അവിടെ നിന്ന് പ്രോപ്പർ അല്ല എന്ന് പേര് പറഞ്ഞ്, കംപ്ലീറ്റ് അല്ല എന്ന പേര് പറഞ്ഞ് തിരിച്ചയക്കപ്പെട്ട അപേക്ഷകളിൽ കൃത്യമായി സർവേ ടീമുകൾ ഇറങ്ങി പരിശോധന നടത്തി ആ പരിശോധനയ്ക്കകത്ത് പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളോടെ റവന്യൂ വകുപ്പ് തയ്യാറാക്കി വനം വകുപ്പുമായി കൺസൾട്ട് ചെയ്ത് ആ വനം വകുപ്പുമായി കൺസൾട്ട് ചെയ്യപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ ഒരു പരിവേഷ് പോർട്ടിലേക്ക് പ്രത്യേകമായിട്ടുള്ള ടോപ്പോ ഷീറ്റിലേക്ക് പകർത്തി അയച്ചപ്പോൾ 4,327 അപേക്ഷകൾ അങ്ങനെ കേന്ദ്രത്തിലേക്ക് അയക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ സാധ്യമായി എന്നുള്ളതു തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായി നടത്തിയ ചർച്ചകളിൽ അത് എത്രയും പെട്ടെന്ന് അംഗീകാരം നൽകാൻ പറ്റും അത്ര കൂടി പട്ടയം ഇപ്പോൾ നമുക്കിവിടെ വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്ര വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം. മൊഴാറയിൽ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ 958 വിതരണം ചെയ്ത പട്ടയങ്ങൾ സ്ഥിരീകരിക്കൽ മുതൽ കൊടക്കൽ ടൈൽസ് ഫാക്ടറിയിലെ, അടൂരിലെ പെരിനാട്ടിലെ, തൃശ്ശൂരിലെ അവണൂരിലും തെലുങ്കർ കോളനിയിലും ഒളകരയിലുമുള്ള, എറണാകുളത്തെ പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസുമായി ബന്ധപ്പെട്ട, പൊന്നാനി താലൂക്കിലെ ദേശീയപാതയിലെ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട, കോഴിക്കോട് ജില്ലയിലെ നൊച്ചാതുമായി ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് മരവിപ്പിക്കപ്പെട്ട മഞ്ചേരിയിലെ സത്രം ഭൂമിക്ക് പട്ടയം കൊടുത്തതടക്കം നിരവധികളായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ ഒരു കാലം. കടലും കാനനവും കേന്ദ്രത്തിന്റെ സ്വന്തമാണ്. കടലിന്റെ ഭാഗമായിട്ടുള്ള കടൽ പുറമ്പോക്ക് പതിച്ചു കൊടുക്കാനേ പാടില്ല എന്ന പ്രശ്നം വർഷങ്ങളായി
കേരളത്തിൽ ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി കടലിന്റെ ഓരങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിനിപ്പുറത്ത് ഒരു ടാറിട്ട റോഡുണ്ടെങ്കിലും അതിനപ്പുറത്ത് കിടക്കുന്ന ഭൂമിയിൽ കേവലമായിട്ടുള്ള സാങ്കേതികത്വം കൊണ്ട് കടൽ പുറമ്പോക്ക് എന്നെഴുതിയാൽ പട്ടയം കൊടുക്കാനാകില്ല എന്ന പ്രശ്നം തുടർച്ചയായ പരിശോധനകളുടെയും പരിഹാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആരംഭിച്ച് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്, കടപ്പുറം ഉൾപ്പെടെ 1859 കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഡസ്ട്രൽ സർവേ പ്രത്യേകമായി നടത്തിക്കൊണ്ട് കടലിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന മനുഷ്യരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞ അത്ഭുതകരമായിട്ടുള്ള മാറ്റം. 567 വനഗ്രാമങ്ങൾ ROR ലഭിക്കപ്പെട്ടത് റവന്യൂവിന്റെ ഒരവകാശങ്ങളും ആസ്വദിക്കാൻ പറ്റാത്ത 567 വനഗ്രാമങ്ങളിലെ 16,107 വനാവകാശ രേഖകൾ അത് പൂർണ്ണമായിട്ടും റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ നമുക്കായി. മലബാറിലെ നീക്കെ ഭൂമി എത്രയോ വർഷങ്ങളായി നികുതി കെട്ടാൻ പറ്റാത്ത ഭൂമി നികുതി കെട്ടാനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാനായി. സുനാമിയുടെ ഭാഗമായി കെട്ടിക്കൊടുത്ത 100 കണക്കിന് വീടുകൾ, ഫ്ലാറ്റുകൾ ഏതെങ്കിലും വിധത്തിലുള്ള അവകാശം ലഭ്യമല്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ മേഖലകളിലെ ഭൂമിക്ക് ആധികാരികമായി പട്ടയം കൊടുക്കാനുള്ള നടപടികൾ എടുത്തതും ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. 1 ലക്ഷം രൂപയായിരുന്നു പട്ടയം കൊടുക്കുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വാർഷിക വരുമാനം. കേവലം 1 ലക്ഷം രൂപ 13 കൊല്ലം മുമ്പ് നിശ്ചയിക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് ജീവിത നിലവാരം മാറി, നമ്മുടെ വരുമാനത്തിന്റെ സ്ഥിതി മാറി, വരുമാനത്തിനോടൊപ്പം ചെലവും കൂടി. പക്ഷേ വരുമാന പരിധി ഉയരാതെ നിൽക്കുകയായിരുന്നു. ഈ ഗവൺമെന്റ് ആ വരുമാന പരിധി 1 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപയായി ഉയർത്തി എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാനായി എന്നുള്ളതും കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ അത്ഭുതകരമായിട്ടുള്ള അധ്യായമാണ്. പ്രിയപ്പെട്ടവരെ, ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാവുകയാണ്. 10 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ കേരളത്തിൽ ആകെയുള്ള ലാൻഡ് പാഴ്സലുകളിൽ 68 ലക്ഷം ലാൻഡ് പാഴ്സലുകളും അളന്നു തിട്ടപ്പെടുത്തിയ 364 വില്ലേജുകളിൽ സർവേ ലാൻഡ് റെക്കോർഡ്സിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തീർന്നപ്പോ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിന്റെ 9(2) പ്രസിദ്ധീകരണം നടത്തി. അതിൽ തന്നെ 170 വില്ലേജുകൾ 13 പ്രഖ്യാപിച്ചു റവന്യൂ രേഖകളുടെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള അപൂർവമായ ഒരു അനുഭവത്തിന് നാം നേതൃത്വം നൽകി. ഇനി ഭൂമിയുടെ രേഖകൾ ഏതെങ്കിലും കല്ലൂരിക്കളഞ്ഞാൽ ഡിജിറ്റൽ റീസർവേ നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ മാറ്റാനാകില്ല എന്ന് നാം ഉറപ്പിച്ചു. ഭൂമിയുടെ രേഖകൾ മാറ്റാനാകില്ലെന്ന് മാത്രമല്ല, ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലെ തട്ടിപ്പുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും സർവേ വകുപ്പിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 3 വകുപ്പുകളുടെ വിശദാംശങ്ങളും ഒരുമിച്ചു കാണാൻ, ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് നിലമാണോ പുരയിടമാണോ, അതിനെവിടെയെങ്കിലും കടമുണ്ടോ, നാം പ്രതീക്ഷിച്ച സ്ഥലത്തു തന്നെയാണോ ലൊക്കേഷനും സ്കെച്ചും, നാം പ്രതീക്ഷിക്കപ്പെട്ട ഭൂമിയാണോ, അതിനെവിടെയെങ്കിലും മറ്റു തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റുമോ, ഇതെല്ലാം തീർത്തു മാത്രം ഭൂമി രജിസ്റ്റർ ചെയ്യുകയും രജിസ്ട്രേഷന് മുമ്പ് വില്ലേജ് ഓഫീസുകളിൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഹാജരാക്കാൻ പറയുകയും ചെയ്ത വിധത്തിൽ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ സാധ്യമായി. അത്തരത്തിൽ കർശനമായ ഡിജിറ്റൽ റീസർവേ വന്നപ്പോ ആ ഡിജിറ്റൽ സർവേക്കെതിരായി ഭൂമാഫിയ വലിയ വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ്. ഭൂമാഫിയ കേരളത്തിൽ നടത്തുന്ന ഭൂമിയുടെ ക്രയവിക്രയങ്ങളുമായ തട്ടിപ്പ്, ഏക്കർ കണക്കിന് ഭൂമി കേസുകൾ നടത്തി സ്വന്തമാക്കി വെക്കുകയും ഏക്കർ കണക്കിന് ഭൂമി റവന്യൂ വകുപ്പിനെ പറ്റിച്ചുകൊണ്ട് കൈക്കലാക്കുകയും ഭൂപരിഷ്കരണ നിയമത്തെ മറികടക്കുകയും തോന്നുന്നത് പോലെ ഭൂമി കച്ചവടം നടത്തുകയും ചെയ്യുന്ന ചില തെറ്റായ കള്ളനാണയങ്ങൾ ഭൂമാഫിയയുടെ പേരിൽ രംഗപ്രവേശം ചെയ്തവർ അവരെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് ഡിജിറ്റൽ റീസർവേ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഡിജിറ്റൽ റീസർവേ ശരിയുടെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അഭിമാനകരമായ വിധത്തിൽ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കായി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഫെബ്രുവരി 24 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു. നാം കേരളീയരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാർഡിന് കേരളത്തിന്റെ നിയമസഭ ഔപചാരികമായ അംഗീകാരം നൽകി. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. കേരളത്തിൽ ജനിച്ചു വീണവർ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ജനിക്കുമ്പോഴും
കേരളവുമായി ഏതെങ്കിലും വിധത്തിലുള്ള പൊക്കിൾക്കൊടി ബന്ധം സൂക്ഷിക്കുന്ന മുഴുവൻ പേരെയും കേരളീയനാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള കേരളത്തിൽ ഇന്ത്യയിൽ മറ്റെവിടെയും കാണാൻ പറ്റാത്ത ഒരു നാറ്റിവിറ്റി കാർഡിന് ഭരണഘടനാപരമായി നിയമസഭ അംഗീകരിക്കപ്പെട്ട ഒരു രേഖയായി അത് മാറി. കേരളത്തിലൊരു വിഭാഗത്തെ, ഇന്ത്യയിൽ ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങളെ പൗരത്വത്തിന്റെ കാർഡ് പോലും നൽകാതെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലത്ത് ആ ഭീഷണികളെ മറികടന്നുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് ലോകത്തിനോട് പ്രഖ്യാപിച്ചു, നിങ്ങൾ കേരളീയനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അഭിമാനപൂർവം ആ കേരളീയനാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് കേരളത്തിലെ ഗവൺമെന്റ് ലോകത്ത് നിങ്ങൾ എവിടെയായാലും നിങ്ങളെ കേരളീയനാണെന്ന് അംഗീകരിക്കാവുന്ന അത്ഭുതകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഇനി ദീർഘിപ്പിച്ച് പ്രസംഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കേരളത്തിലെ 14 ജില്ലകളിലും നടക്കുന്ന ഈ പട്ടയമേളയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ ഈ ജനാവലിക്കെല്ലാം വേണ്ടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം പിന്നെ സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ നടന്ന ഈ പ്രക്രിയക്കെല്ലാം ഞങ്ങൾക്ക് താങ്ങും തണലുമായി നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരാളാണ്. കേരളത്തിൽ ഒരു ഗവൺമെന്റ് അതിന്റെ 10 വർഷക്കാലം തികയ്ക്കുമ്പോൾ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം സാക്ഷി നിർത്തി നടത്തുകയുണ്ടായി. ഇന്നിതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ 4,56,000 പൂർത്തീകരിച്ച വീടുകൾക്ക്, ഭൂമിക്ക് രേഖ നൽകിയതിന്റെ ഔപചാരികമായിട്ടുള്ള അംഗീകാരം നൽകിക്കൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരു കണക്ക് മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 2,79,678 പട്ടയങ്ങളാണ് നമ്മൾ വിതരണം ചെയ്തത്. ആകെ ഉണ്ടായിരുന്ന പ്രവൃത്തി ദിനങ്ങൾ 1,372 ആ 1,372 ദിനങ്ങളിൽ ഏതാണ്ട് 100-ലേറെ ദിവസം SIR-മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നു. എന്നിട്ടും ഈ 1,372 പ്രവൃത്തി ദിനങ്ങളിൽ 2,79,678 പട്ടയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിദിനം 204 പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞ കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എന്ന പദവിക്ക് നാം ഈ ഗവൺമെന്റ് വിധേയമായി എന്ന സന്തോഷം കൂടി നിങ്ങളോട് രേഖപ്പെടുത്തിക്കൊണ്ട് 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ മനുഷ്യരുടെ ഭൂമി എന്ന സ്വപ്നത്തെ സബലീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ നിയമങ്ങളിലോ ചട്ടങ്ങളിലോ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് വരുത്തി, ക്യാബിനറ്റിനെടുക്കാവുന്ന തീരുമാനം അങ്ങനെ എടുത്ത്, ഗവൺമെന്റിന്റെ വകുപ്പുകൾക്ക് എടുക്കാവുന്ന തീരുമാനം അങ്ങനെ എടുത്ത്, വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിക്കേണ്ട തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്ത് കേരളം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പട്ടയത്തിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടത്താനും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സഹോദരി